എല്ലാവർക്കും ടെക്ലേ മലത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10K താഴെയുള്ള ബെസ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസിനെ കുറിച്ചാണ്. സോ അതിൽ ഏതാണ് ബെറ്റർ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുകയെന്ന് പറഞ്ഞാൽ റെഡ്മി A4 ആണ്. അതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറങ്ങിയ സ്മാർട്ട് ഫോണാണ്. പിന്നെ ഒരെണ്ണം പറഞ്ഞാൽ ടെക്നോ പോപ്പ് 9 5G എന്ന് പറയുന്ന ഫോണാണ്. അത് ഇന്ന് ഇറങ്ങിയ ഫോണാണ്. സോ ഈ രണ്ട് സ്മാർട്ട് ഫോൺ നമ്മൾ കമ്പാരിസൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡ്മി A4 നമുക്ക് 8.2 mm ആണ് തിക്നെസ് വരുന്നത്. 212 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് ബിൽഡാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് ഗ്ലാസ് ബിൽഡാണ്, പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വരുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. പിന്നെ IP52 റേറ്റിംഗ് വരുന്നുണ്ട്. അതേസമയം ടെക്നോ പോപ്പ് 9 8 mm ആണ് തിക്നെസ് വരുന്നത്. 189 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. മാറ്റ് പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിം, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ തന്നെയാണ് അവിടെയും വരുന്നത്. പിന്നെ IP54 റേറ്റിംഗ് ആണ് ഇവിടെ വരുന്നത്. സോ ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുവാണ്, ഇൻഹാൻഡ് ഫീലും ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുവാണ് റെഡ്മി A4 തന്നെ ആയിരിക്കും ബെറ്റർ. പിന്നെ IP റേറ്റിംഗ് ഇച്ചിരി ബെറ്റർ ആയിട്ട് എടുക്കുന്നത് ടെക്നോയിൽ തന്നെയാണ്. പിന്നെ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്. രണ്ടും കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഫോണുകൾ തന്നെയാണ്. പിന്നെ നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ റെഡ്മി A4 നമുക്ക് ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.88 ഇഞ്ചിൻ്റെ ഒരു HD+ 120 Hz ഡ്യൂ ഡ്രോപ്പ് നോച്ചാണ് കേട്ടോ വരുന്നത്. IPS ഡിസ്പ്ലേ ആണ്. 600 nits ആണ് മാക്സിമം ബ്രൈറ്റ്നസ് വരുന്നത്. ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കാര്യം അവർ പറഞ്ഞിട്ടില്ല. അതേസമയം നമ്മൾ ടെക്നോ പോപ്പ് 9 നമുക്കൊരു 6.6 ഇഞ്ചിൻ്റെ ഒരു HD+ 120 Hz നമുക്കത് പഞ്ച് ഹോൾ ക്യാമറയാണ്, പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. 600 nits തന്നെ എവിടെയും വരുന്നത്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ്. സോ ലാർജർ ഡിസ്പ്ലേ വേണമെന്നുള്ളവർക്ക് റെഡ്മി A4 പോകാം. അല്ലാണ്ട് നോക്കുവാണെങ്കിൽ രണ്ട് ഓൾമോസ്റ്റ് സിമിലർ ഒക്കെ തന്നെയാണ് സ്പെക്കിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ. ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ വലിയൊരു ഡിഫറൻസ് തന്നെയുണ്ട്. റെഡ്മി A4 നമുക്ക് സിംഗിൾ സ്പീക്കർ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അതേസമയം ടെക്നോ പോപ്പ് 9 നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 3.5 mm ജാക്ക് വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് വരുന്നുണ്ട്. പിന്നെ ഹയർ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ടും വരുന്നുണ്ട്. സോ ഓഡിയോയുടെ കാര്യത്തിൽ ഒരു കോമ്പറ്റീഷനും ഇല്ല. ടെക്നോ തന്നെയാണ് ബെറ്റർ നിൽക്കുന്നത്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് മച്ച് ബെറ്റർ ആയിരിക്കും നമുക്ക് ടെക്നോയിൽ. സോ നമ്മൾ പെർഫോമൻസിനായി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റെഡ്മി A4 സ്നാപ്ഡ്രാഗൺ 4S Gen 2 ആണ് വരുന്നത്. സാംസങ്ങിൻ്റെ 4 nm മാനുഫാക്ചറിംഗ് പ്രോസസ്സിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ബാക്കി സ്പെക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. LPDDR4X RAM ആണ് വരുന്നത്. UFS 2.2 സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതേസമയം ടെക്നോ പോപ്പ് 9 നമുക്കിവിടെ വരുമ്പോൾ MediaTek Dimensity 6300 ആണ്. 6 nm TSMC മാനുഫാക്ചറിംഗ് പ്രോസസ്സിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് LPDDR4X RAM UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ പ്യൂർ പെർഫോമൻസിൽ നമുക്കിപ്പോൾ Dimensity 6300 തന്നെയാണ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് ആൻഡ്രോയിഡും കൂടി നോക്കാം. സോ നമ്മൾ ഈ ആൻഡ്രോയിഡ് വേർഷൻ 10 സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 4S Gen 2 സ്കോർ അല്ലെങ്കിൽ റെഡ്മി A4 സ്കോർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 3,83,772 ആണ്. CPU 1,40,081, GPU 45,022. അതേസമയം നമ്മുടെ ടെക്നോയിൽ നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ Dimensity 6300 നോക്കുവാണെങ്കിൽ CPU 1,33,719, GPU 67,728. GPU വളരെ വീക്കാണ് 4S Gen 2. സോ അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ഒക്കെ ഇച്ചിരി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് Dimensity 6300 ടെക്നോയിലായിരിക്കും. OS നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ റെഡ്മി A4 നമുക്ക് HyperOS ആണ് വരുന്നത്. Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് 2 വേർഡ് സ്റ്റാൻഡേർഡ് അപ്ഡേറ്റ്, 4 വേർഡ് സെക്യൂരിറ്റി അപ്ഡേറ്റും വരുന്നുണ്ട്. അതേസമയം നമ്മുടെ ടെക്നോയിലാണെങ്കിൽ HiOS ആണ് വരുന്നത്. Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത് 1 വേർഡ് സ്റ്റാൻഡേർഡ് അപ്ഡേറ്റും 2 വേർഡ് സെക്യൂരിറ്റി അപ്ഡേറ്റേ വരുന്നുള്ളൂ. സോ OSന്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്നത് റെഡ്മി തന്നെയാണ്. നമ്മൾ നെക്സ്റ്റ് ക്യാമറ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് റെഡ്മി A4 നോക്കുവാണെങ്കിൽ ഡുവൽ ക്യാമറ എന്ന് പറയാൻ പറ്റില്ല, ഒരു AI ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഓക്സിലറി ക്യാമറ എന്നാണ് അവർ പറയണത്. പിന്നെ കൂട്ടണ്ട, നമുക്ക് സിംഗിൾ ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 50 MP f1.8 പ്രൈമറി സെൻസറാണ് വരുന്നത്. 1080p 30fps ആണ് വരുന്നത്. ഒരു 5 MP f2.2 സെൽഫി ക്യാമറ വരുന്നുണ്ട്. 1080p 30fps. അതേസമയത്ത് നമുക്ക് ടെക്നോ പോപ്പ് 9 അത്യാവശ്യം നല്ല ക്യാമറയാണ് പുറകിൽ വരുന്നത്. ഇവിടെയും സിംഗിൾ ക്യാമറ എന്ന് കൂട്ടിയാൽ മതി. ഇവിടെ ഓക്സിലറി ലെൻസ് ഒക്കെ വരുന്നുണ്ട്, കൂട്ടണ്ട. ഇവിടെ നമുക്കൊരു പ്രൈമറി ഒരു 48 MP f1.8 ആപ്ചർ വരുന്ന സോണി IMX 582 സെൻസറാണ് വരുന്നത്. നമുക്കിവിടെ ട്രിപ്പിൾ ഫ്ലാഷ് വരുന്നുണ്ട്. 2K 30fps ആണ് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് സെൽഫി ഒരു 8 MP f2.2 സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡുവൽ ഫ്ലാഷ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2K 30fps തന്നെയാണ്. സോ ക്യാമറ കാര്യത്തിൽ ഇവിടെ ഒരു കോമ്പറ്റീഷനും ഇല്ല. ബെറ്റർ നമുക്ക് ടെക്നോ പോപ്പ് 9 തന്നെയാണ്. നെക്സ്റ്റ് ബാറ്ററി കാര്യത്തിൽ നമ്മൾ നോക്കാം. ബാറ്ററി കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം. നമുക്ക് റെഡ്മി A4 നമുക്ക് 5160 mAh ബാറ്ററി 33 വാട്ടിൻ്റെ ചാർജർ ബോക്സിൽ കിട്ടും. പക്ഷേ 18 വാട്ട് ചാർജറെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. 18 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതേസമയം നമുക്ക്
ടെക്നോ പോപ്പ് 9 നമുക്കിവിടെ 5000 mAh ബാറ്ററിയാണ്, 18 വാട്ട് ചാർജറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ചാർജർ ബോക്സിൽ കിട്ടൂല, പുറത്തുനിന്ന് വാങ്ങിക്കണം. ചാർജറിൻ്റെ വില എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ആംബ്രൈൻ്റെ ചാർജറിനൊക്കെ ഒരു 300-400 റേഞ്ച് പ്രൈസിൽ കിട്ടും. അപ്പോൾ അതെന്തായാലും പ്രൈസിനൂടെ ആഡ് ആവും. നിങ്ങൾക്ക് ഓൾറെഡി ചാർജറുള്ള ആൾക്കാരാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് നമ്മൾ കണക്ടിവിറ്റി ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ റെഡ്മി A4 നമ്മൾ നോക്കുവാണെങ്കിൽ 7 5G ബാൻഡാണ് വരുന്നത്. വൈഫൈ 5 വരുന്നുണ്ട്, ബ്ലൂടൂത്ത് 5.3, USB Type-C 2.0 വരുന്നുണ്ട്, 3.5mm ജാക്ക് വരുന്നുണ്ട്, SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതേസമയം നമ്മുടെ ടെക്നോ പോപ്പ് 9 എത്ര 5G ബാൻഡ് കാര്യം പറഞ്ഞിട്ടില്ല. വൈഫൈ 5 ആണ് വരുന്നത്, ബ്ലൂടൂത്ത് 5.3, USB Type-C 2.0, 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്, ഹൈബ്രിഡ് കാർഡ് സ്ലോട്ടാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ NFC വരുന്നത്, ഈ പ്രൈസ് റേഞ്ചിൽ ആദ്യമായിട്ടാണ് ഈ NFC വരുന്നുണ്ട്. പിന്നെ IR ബ്ലാസ്റ്ററും വരുന്നുണ്ട്. സോ കണക്ടിവിറ്റി ഇവിടെ ഒരു കോമ്പറ്റീഷനും ഇല്ല, നമുക്ക് ടെക്നോ പോപ്പ് 9 തന്നെയാണ് ബെറ്റർ ആയിട്ട് എത്തുന്നത്. അപ്പോൾ നമ്മളിനി പ്രൈസിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് റെഡ്മി A4 2 വേരിയൻ്റ് ആണ് വരുന്നത്. 4GB 64ഉം 4GB 128ഉം. അതിൽ 4GB 64ൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 8500 രൂപയും 4GB 128ൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 9500 ആണ്. അതേസമയം ടെക്നോ പോപ്പ് 9 ഇതും ഇവിടെ 2 വേരിയൻ്റ് തന്നെയാണ്, സെയിം വേരിയൻ്റ് തന്നെയാണ് വരുന്നത്. 4GB 64ന് 9500 രൂപയും 4GB 128ന് 10000 രൂപയും. അപ്പോൾ നമുക്ക് ഹൂസ് ബെറ്റർ എന്ന് നോക്കാം. സോ എന്തൊക്കെ കാര്യത്തിലാണ് രണ്ട് ഫോണും മുന്നിൽ നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ റെഡ്മി A4 നമ്മൾ പറയുവാണെങ്കിൽ ഗ്ലാസ് ബാക്ക് ആണ്. സോ ബിൽഡ് ഇച്ചിരി ബെറ്റർ ആണ്. പിന്നെ ബെറ്റർ OS അപ്ഡേറ്റ്സും OSും പൊതുവെ ബെറ്റർ ആണ്. പിന്നെ ലാർജർ ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ചാർജർ ബോക്സിൽ കിട്ടും. അതേസമയം നമ്മൾ ടെക്നോ പോപ്പ് 9 നമ്മൾ നോക്കുവാണെങ്കിൽ IP54 റേറ്റിംഗ് വരുന്നുണ്ട്. സോ ബെറ്റർ IP റേറ്റിംഗ് വരുന്നുണ്ട്. കാരണം റെഡ്മി A4 IP52 ആണ്, ഇവിടെ IP54 വരുന്നുണ്ട്. പിന്നെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ഡോൾബി അറ്റ്മോസ് വരുന്നുണ്ട്, ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നുണ്ട്, ബെറ്റർ ക്യാമറ കിട്ടുന്നുണ്ട്, ബെറ്റർ കണക്ടിവിറ്റി കിട്ടുന്നുണ്ട്. സോ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടേക്ക് നിങ്ങളൊരു 500 രൂപ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അതിൽ എന്താ പറയുക ചാർജർ വരുന്നില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു 400 രൂപ, ഒരു 900 രൂപ എക്സ്ട്രാ സ്പെൻഡ് ചെയ്താൽ പോലും നിങ്ങൾക്കത് വർത്താണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പെക്ക് നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, പെർഫോമൻസ്, ക്യാമറ, കണക്ടിവിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ പ്രൈസ് കൊടുത്താലും നിങ്ങൾക്ക് അത്രയും വർത്താണ്. സോ എനിക്കൊരു നല്ലൊരു ഫോണായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അണ്ടർ 10K ബെസ്റ്റ് ഫോൺ തന്നെയാണ് ടെക്നോ പോപ്പ് 9. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഫ്യൂച്ചർ വീഡിയോ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.